ഞാൻ ഈ ചേച്ചീനെ കുത്തിപ്പിച്ചിട്ട് കടന്നു കളഞ്ഞാണ്. അപ്പോൾ ആൻറ്റി ലവേഴ്സിനൊക്കെ വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്തയാണ് വരുന്നത്. അതായത് പുതിയ സുപ്രീം കോടതിയുടെ വിധി പ്രകാരം വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറയുന്ന പരാതി ഇനി മുതൽ വിവാഹിതരായിട്ടുള്ള സ്ത്രീകൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ ഈ ആൻറ്റി ലവേഴ്സ് ഒക്കെ എങ്ങനെയാണ് ആൻറ്റി ലവേഴ്സ് ആകുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ മിക്കവരുടെയും കാര്യത്തിൽ അവരുടെ നിസ്സഹായത കൊണ്ട് ആയി പോകുന്നതാണ്. കാരണം സിംഗിൾ ആയിട്ടുള്ള സ്ത്രീകൾ സമീപിക്കുമ്പോഴത്തേക്കും അവിടെ ഭയങ്കര കോമ്പറ്റീഷനാണ്. ആ കോമ്പറ്റീഷനിൽ വിജയിക്കാനുള്ളൊരു കഴിവ് കാണില്ല. പ്രത്യേകിച്ച് വിവാഹം കഴിച്ച ഒരു 30-നൊക്കെ മുകളിൽ പ്രായമായിട്ടുള്ള സ്ത്രീകളാണെങ്കിൽ ഭർത്താക്കന്മാർക്ക് അപ്പോഴത്തേക്കും അവരോടുള്ള താല്പര്യമൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരിക്കും. പിന്നെ അവരുടെ പല ജീവിത പ്രശ്നങ്ങളും കൊണ്ട് അവർ മാനസികമായിട്ടൊരു വൾണറബിൾ സ്റ്റേറ്റിലായിരിക്കും. അപ്പോൾ ഇങ്ങനെ വൾണറബിൾ ആയിട്ടിരിക്കുന്ന ഏത് മനുഷ്യനെയാണെങ്കിലും അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ള സാഹചര്യം വളരെ എളുപ്പമാണ്. എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ മനുഷ്യന്മാർ വൾണറബിൾ ആകുമ്പോഴത്തേക്കും നമുക്ക് സ്നേഹം എന്ന് തോന്നിക്കുന്ന എന്തെങ്കിലും മതിയാവും ജീവിതത്തിൽ ജീവിക്കാനൊക്കെ ഒരു പ്രചോദനം ആകാൻ വേണ്ടി. അപ്പോൾ ഇങ്ങനെ വിവാഹിതരായിട്ടുള്ള സ്ത്രീകളെ മാത്രം ടാർഗറ്റ് ചെയ്ത് അവരെ ഫിനാൻഷ്യലി ആൻഡ് ഫിസിക്കലി എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ഒത്തിരി യുവാക്കൾ നമുക്ക് ചുറ്റുമുണ്ട്. അപ്പം നിങ്ങൾക്ക് ഒരാളുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ മാത്രമുള്ള താല്പര്യമേ ഉള്ളെങ്കിൽ അത് പ്രോപ്പറായിട്ട് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്തേക്കുന്നതിന് ഇലക്ട്രോണിക് റെക്കോർഡ്സ്, ഡിജിറ്റൽ എവിഡൻസ് എടുത്തു വെക്കുക എന്നുള്ളതാണ് നമുക്ക് അനാവശ്യമായിട്ടുള്ള പീഡന പരാതികളിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത്. അതാണ് ലീഗലി ആൻഡ് മോറലി ശരിയായിട്ടുള്ളൊരു കാര്യം.